വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭയുടെ ഓണാഘോഷ പരിപാടികൾ ചന്ദ്രാപിന്നി SRV UP സ്കൂളിൽ നടന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ രീതി ഈ ബാങ്കിംഗ് സമ്പ്രദായത്തിലുള്ള രീതി തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരാൾ പ്രസംഗിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. ആ സാമ്പ്രദായിക രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ യോഗങ്ങളായാലും, അത് സർക്കാർ യോഗങ്ങളായാലും സർക്കാർ അല്ലാത്ത യോഗങ്ങളായാലും ഏത് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പരിപാടികളാണെങ്കിലും ഒരു കൂട്ടർ പറയുകയും മറ്റൊരു കൂട്ടർ കേൾക്കാൻ വിധിക്കപ്പെട്ടവരുമായി ഇരിക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ ക്ലാസ് റൂമിലെ അതേ തലം തന്നെയാണ്. ഒരു ബാങ്കിങ് സമ്പ്രദായത്തിൽ അങ്ങോട്ട് നിക്ഷേപം മാത്രമാണ് ചെയ്യുന്നത്. പൗലോ ഫ്രയർ പറഞ്ഞിട്ടുണ്ട്, അത് യഥാർത്ഥത്തിൽ ഒരാളുടെ സർഗവാസനയെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ ക്രമമാണ് അത് രൂപപ്പെട്ടു വരിക എന്ന്. വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി, CDS ചെയർപേഴ്സൺ ഷീന വിശ്വൻ, വാർഡ് മെമ്പർ ഗീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG ചന്ദ്രൻ, TK ചന്ദ്രബാബു, ബീന മധു എന്നിവർ സംസാരിച്ചു. ബാലസഭാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വടിവാളുമായി ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര കരിപ്പാറ വീട്ടിൽ 32 വയസ്സുള്ള ശ്രീകാന്ത്, പെരിങ്ങോട്ടുകര AR റോഡ് പനോലി വീട്ടിൽ 25 വയസ്സുള്ള വിജയരാജ് എന്നിവരെയാണ് അന്തിക്കാട് SI C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. രാത്രി പെട്രോളിംഗിനിടെ കാനാടി ക്ഷേത്ര പരിസരത്തുള്ള റോഡിൽ വെച്ച് പോലീസിനെ കണ്ട് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്രീകാന്തിന്റെ പുറത്തുനിന്ന് വാൾ കണ്ടെടുത്തു. SIയെ കൂടാതെ സിവിൽ പോലീസ് ഓഫീസർമാരായ സിബി, അനിൽ, സോണി, ഷാനവാസ് എന്നിവരും ഇവരെ പിടികൂടുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നു. ബൈക്കിടിച്ച് പരിക്ക് പറ്റിയ പൂച്ചയ്ക്ക് കാരുണ്യം പകർന്ന് യുവാക്കൾ രംഗത്ത് വന്നത് മാതൃകയായി. കൊപ്രക്കളം സെന്ററിന് കിഴക്ക് ഭാഗത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം പൂച്ച അപകടത്തിൽപ്പെട്ടത്. കണ്ണിന് സാരമായി പരിക്കേറ്റ പൂച്ചയെ രക്ഷിക്കാൻ സെന്ററിലെ ISM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. തൃശൂരിലെ PAWS പ്രവർത്തകരെ വിവരമറിയിച്ചുവെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇവർ ആംബുലൻസുമായി കൊപ്രക്കളത്തെത്തിയത്. അതുവരെ സെന്ററിലെ ഒരു കടയിൽ പൂച്ചയെ സംരക്ഷിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, സജീവ് PD, അഫ്സൽ MA, സനോജ് PA, പ്രബീഷ് PP, ISM പ്രവർത്തകരായ ഹാരിസ് TA, സലാഹുദ്ദീൻ TS എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ U ബസാറിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. വെള്ളിയാഴ്ച രാവിലെ 7:30ഓടെയായിരുന്നു അപകടം. ആളപായമില്ല. അഴീക്കോട് നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാപ്രാണം വിളക്കുപാടത്ത് നിന്ന് 9 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പാളയങ്ങോട് സീമയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. രാവിലെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ വന്നപ്പോഴാണ് തൊട്ടടുത്ത കോഴിക്കൂട്ടിൽ മലമ്പാമ്പിനെ കണ്ടത്. പ്രാവിൻകൂട്ടിൽ നിന്നും 2500 രൂപയോളം വില വരുന്ന മയിൽപ്രാവിനെ വിഴുങ്ങിയ ശേഷം പാമ്പ് കോഴിക്കൂട്ടിൽ കയറുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസും പാമ്പ് പിടുത്തക്കാരനായ ഫിലിപ്പും എത്തി കോഴിക്കൂട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. 3 പീടിക സൗഭാഗ്യ ലക്കി സെന്റർ ഉടമ താനത്ത് പരേതനായ ശങ്കരന്റെ മകൻ രാജൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. അനിതയാണ് ഭാര്യ. അനുരാജ്, അഖിൽ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ബസ് കണ്ടക്ടറെ മർദ്ദിച്ച് പണം അപഹരിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 16ാമത് തൃപ്രയാർ നാടക വിരുന്നിന് ഞായറാഴ്ച തുടക്കം. ഇത്തവണ 13 നാടകങ്ങൾ അരങ്ങേറും.
എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭയുടെ ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.